40 കോടിയിലേറെ തീർത്ഥാടകരുമായി മഹാകുംഭമേള. ഇത് ഹൈന്ദവ തീർത്ഥാടന സംഗമം, ഹിന്ദുമതത്തിൻ്റെ ഉത്സവം, ലോകത്തിലെ ഏറ്റവും വലിയ പൊതുസമ്മേളനം. 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഒരു ഹൈന്ദവ തീർത്ഥാടന സംഗമമാണ് കുംഭമേള. ലോകത്തിലെ ഏറ്റവും വലിയ സമാധാനപരമായ ഒത്തുചേരലുകളിൽ ഒന്നായിട്ട് ഈ ഉത്സവത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നു. മത തീർത്ഥാടകരുടെ ലോകത്തിലെ ഏറ്റവും വലിയ സഫയായി ഇത് കണക്കാക്കപ്പെടുന്നു. യുനെസ്കോയുടെ മാനവികതയുടെ അദൃശ്യമായ സാംസ്കാരിക പൈതൃകത്തിൻ്റെ പ്രതിനിധി പട്ടികയിൽ ഇത് ആലേഖനം ചെയ്തിട്ടുണ്ട്. ജ്യോതിഷ കണക്കുകൂട്ടലുകൾ അനുസരിച്ച് ഈ മേള ആരംഭിക്കുന്നത് പൗഷ് പൂർണിമ നാളിലാണ്, അവസാനിക്കുന്നതോ മേഘം പൂർണിമ നാളിലും. കുംഭം എന്നതിൻ്റെ അക്ഷരാർത്ഥം കുടം അല്ലെങ്കിൽ പാത്രം എന്നിങ്ങനെയാണ്. വേദഗ്രന്ഥങ്ങളിൽ ഇതിൻ്റെ അർത്ഥം പലപ്പോഴും ജലവുമായോ അമൃതുമായോ ബന്ധപ്പെട്ടിരിക്കുന്നു. മേള എന്ന വാക്കിൻ്റെ അർത്ഥം ഒരിടത്ത് ഒത്തുകൂടുക, ഒരുമിച്ച് നടക്കുക, ഒരു സമ്മേളനത്തിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു കമ്മ്യൂണിറ്റി ഫെസ്റ്റിവലിൽ പങ്കെടുക്കുക എന്നിങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ കുംഭമേള എന്നാൽ അനശ്വരതയുടെ മേള എന്ന് വിളിക്കപ്പെടുന്നു. ഹിന്ദുക്കളുടെ ഏറ്റവും പവിത്രമായ തീർത്ഥാടനങ്ങളിൽ ഒന്നായ ഈ കുംഭമേളയെ നമുക്ക് പവിത്രമായ കുടത്തിൻ്റെ ഉത്സവം എന്ന് വിവർത്തനം ചെയ്യാം. ഇന്ത്യയിലെ 4 പുണ്യസ്ഥലങ്ങളിലാണ് ഇത് ആഘോഷിക്കപ്പെടുന്നത്. ഓരോന്നും 12 വർഷത്തെ ചക്രത്തിലാണ് ഒരു പുണ്യനദിയുടെ തീരത്ത് നടക്കുന്നത്. 1 ഉത്തരാഖണ്ഡിലെ ഗംഗാ നദിയിലെ ഹരിദ്വാർ, 2 മധ്യപ്രദേശിലെ ക്ഷിപ്രയിലെ ഉജ്ജയിൻ, 3 മഹാരാഷ്ട്രയിലെ ഗോദാവരിയിലെ നാസിക്, 4 ഗംഗ, യമുന, സരസ്വതി നദികൾ സംഗമിക്കുന്ന ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ്. ഓരോ സ്ഥലത്തെയും ആഘോഷങ്ങൾ സൂര്യൻ, ചന്ദ്രൻ, വ്യാഴം എന്നിവയുടെ ജ്യോതിശാസ്ത്ര സ്ഥാനങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. കുംഭമേളയ്ക്ക് പിന്നിലുമുണ്ട് ഒരു ചരിത്രപരമായ വിശ്വാസം. ശ്രീമദ് ഭാഗവതം, വിഷ്ണു പുരാണം പോലെയുള്ള ഹൈന്ദവ പുരാണ ഗ്രന്ഥങ്ങളിൽ ദേവന്മാരുടെ ശക്തി വീണ്ടെടുക്കുവാനായി നടത്തിയ പാലാഴി മഥനവുമായാണ് കുംഭമേളയെ ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഗരുഡൻ വഹിച്ചിരുന്ന അമൃതകുംഭത്തിൽ നിന്ന് പ്രയാഗ്, ഹരിദ്വാർ, ഉജ്ജയിൻ, നാസിക് എന്നിവിടങ്ങളിൽ ദേവന്മാർക്ക് നിത്യയൗവനം പ്രദാനം ചെയ്യുന്ന അമൃത തുളുമ്പി വീണു എന്നതാണ് വിശ്വാസം. ഓരോ 3 വർഷത്തിലും കുംഭമേള നടക്കുന്നു. ഓരോ 6 വർഷത്തിലും അർദ്ധകുംഭമേള നടക്കുന്നു. ഓരോ 12 വർഷത്തിലും പൂർണ്ണ കുംഭമേളയും ഓരോ 144 വർഷത്തിലും മഹാകുംഭമേളയും നടക്കുന്നു. കുംഭമേള നടക്കുക ഹരിദ്വാർ, പ്രയാഗ്രാജ്, നാസിക്, ഉജ്ജയിൻ എന്നിവിടങ്ങളിലാണ്. അർദ്ധകുംഭമേള ഹരിദ്വാറിലും പ്രയാഗ്രാജിലും നടക്കുന്നു. പൂർണ്ണ കുംഭമേള ഹരിദ്വാർ, പ്രയാഗ്രാജ്, നാസിക്, ഉജ്ജയിൻ എന്നിവിടങ്ങളിൽ നടക്കുമ്പോൾ മഹാകുംഭമേള പ്രയാഗ്രാജിൽ നടക്കുന്നു. 2025 ജനുവരി 13 മുതൽ ഫെബ്രുവരി 26 വരെ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ ഇന്ത്യ മഹാകുംഭമേളയ്ക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് സഞ്ചാരിയായ ഹുയാൻ സാങ്ങാണ് കുംഭമേള ആദ്യം പ്രതിപാദിച്ച ചരിത്ര വ്യക്തിത്വം. 2013 കുംഭത്തിനു ശേഷം 2019 പ്രയാഗിൽ അർദ്ധകുംഭമേള സംഘടിപ്പിച്ചു. ഇപ്പോൾ 2025 വീണ്ടും കുംഭമേള സംഘടിപ്പിക്കുന്നു. എല്ലാ 12 വർഷത്തിനും പുറമെ 2 കുംഭോത്സവങ്ങൾക്കിടയിലുള്ള 6 വർഷത്തെ ഇടവേളയിലാണ് അർദ്ധകുംഭം നടക്കാറ്. ഈ ഉത്സവം ജലത്തിൽ ഒരു ആചാരപരമായ മുങ്ങൽ കൊണ്ട് അടയാളപ്പെടുത്തുന്നു. എന്നാൽ ഇത് നിരവധി മേളകൾ, വിദ്യാഭ്യാസം, സന്യാസിമാരുടെ മതപരമായ പ്രഭാഷണങ്ങൾ, സന്യാസിമാരുടെ ബഹുജന സമ്മേളനങ്ങൾ, വിനോദങ്ങൾ എന്നിവയുടെ കമ്മ്യൂണിറ്റി വാണിജ്യത്തിൻ്റെ ആഘോഷം കൂടിയാണ്. ഈ നദികളിൽ കുളിക്കുന്നത് മുൻകാല തെറ്റുകൾക്കുള്ള പ്രായശ്ചിത്തമായി അതവരുടെ പാപങ്ങളിൽ നിന്ന് അവരെ ശുദ്ധീകരിക്കുമെന്നും വിശ്വസിക്കുന്നു. നിരവധി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിറഞ്ഞതാണ് കുംഭമേള. കുംഭമേള വൈവിധ്യമാർന്ന ആചാരങ്ങളുടെയും ചടങ്ങുകളുടെയും സംഗമമാണ്. ഓരോന്നും ഉത്സവത്തിൻ്റെ ആഴത്തിലുള്ള ആത്മീയ പ്രാധാന്യത്തിന് സംഭാവന നൽകുന്നു. ഈ ആചാരങ്ങൾ ഭക്തർക്ക് ശുദ്ധീകരണത്തിനും പ്രബുദ്ധതയ്ക്കും സാമുദായിക സൗഹാർദ്ദത്തിനും വഴിയൊരുക്കുന്നു. ഓരോ കുംഭമേളയുടെയും ആരംഭം പേഷ്വായ് ഘോഷയാത്രയിലൂടെ അടയാളപ്പെടുത്തിയാണ്. അഖാരകൾ അഥവാ
ആത്മീയവും ആയോധനപരവുമായ അച്ചടക്കങ്ങൾ സമന്വയിപ്പിക്കുന്ന പരമ്പരാഗത ഹിന്ദു സന്യാസ സംഘടനകൾ. ഉത്സവ മൈതാനങ്ങളിലൂടെയുള്ള അവരുടെ ആചാരപരമായ പ്രവേശനമാണ് പേഷ്വായ് ഘോഷയാത്ര. മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങാണ് ആർട്ടി. സ്തുതിഗീതങ്ങളുടെയും കീർത്തനങ്ങളുടെയും അകമ്പടിയോടുകൂടി കത്തിച്ച എണ്ണവിളക്കുകൾ തെളിച്ച് ദേവന്മാർക്ക് പ്രകാശം അർപ്പിക്കുന്ന ഒരു ഭക്തിനിർഭരമായ ചടങ്ങാണ് സന്ധ്യ ആർട്ടി. മേളസമയത്ത് നദീതീരത്ത് അവതരിപ്പിക്കുന്ന ഈ ആർട്ടി ആത്മീയമായി നിറഞ്ഞ അന്തരീക്ഷം സൃഷ്ടിക്കുകയും പുണ്യനദികളോടുള്ള ഭക്തരുടെ ആരാധന പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു. നദികളിലെ സ്നാനമാണ് കുംഭമേളയിലെ പ്രധാനപ്പെട്ട ചടങ്ങ്. ലോകമെമ്പാടുമുള്ള ഭക്തർ പുണ്യനദികളിൽ കുളിക്കുന്നതിന് സ്നാനം എന്ന് വിളിക്കുന്നു. കുളി എന്ന പ്രവൃത്തി എല്ലാ മാലിന്യങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും ആത്മാവിനെ ശുദ്ധീകരിക്കുന്നു, മോക്ഷം നേടാൻ സഹായിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. കുംഭമേളയുടെ ഹൃദയഭാഗത്ത് ഷാഹി സ്നാൻ അഥവാ റോയൽ ബാത്ത് സ്ഥിതി ചെയ്യുന്നു. ഇത് ഉത്സവത്തിൻ്റെ ആചാരങ്ങളുടെ പരകോടിയാണ്. സ്നാനം മാത്രമല്ല, മതപരമായ ചർച്ചകളും ഭക്തിഗാനങ്ങളും ഇവിടെ നടന്നു വരുന്നുണ്ട്. ഒരുപാട് സന്യാസികൾ ഈ മേളയിൽ പങ്കെടുക്കുന്നു. പൂർണ്ണ നഗ്നരായ നംഗ സന്യാസിമാർ ഈ മേളയിൽ പങ്കെടുക്കുന്നത് പ്രസിദ്ധമായ അമേരിക്കൻ എഴുത്തുകാരൻ മാർക്ക് ട്വെയിൻ പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട അഗ്നിചടങ്ങാണ് യജ്ഞം. പുരോഹിതന്മാരും ആത്മീയ നേതാക്കളും നടത്തുന്ന പവിത്രമായ അഗ്നി ആചാരങ്ങളാണ് യജ്ഞങ്ങൾ. വിശുദ്ധ വേദ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള മന്ത്രങ്ങളുടെ മന്ത്രോച്ചാരണങ്ങൾക്കിടയിൽ നെയ്യ്, ധാന്യങ്ങൾ, ഔഷധ സസ്യങ്ങൾ തുടങ്ങിയ വഴിപാടുകൾ സമർപ്പിത അഗ്നിയിലേക്ക് ഒഴിക്കുന്നു. ഈ ചടങ്ങുകൾ പരിസ്ഥിതിയെ ശുദ്ധീകരിക്കുവാനും ദൈവിക പ്രീതി നേടാനും പ്രകൃതിയുടെ സ്വാഭാവികത ക്രമം നിലനിർത്തുവാനും ലക്ഷ്യമിടുന്നു. മറ്റൊന്നാണ് ഡീപ് ഡാൻ. ഉത്സവത്തിൻ്റെ ഏറ്റവും അനുകൂലമായ ദിവസത്തിൽ സന്ധ്യ മയങ്ങുമ്പോൾ ആഴത്തിലുള്ള ദാൻ അഥവാ വിളക്ക് വഴിപാട് ചടങ്ങ് നദീതീരത്തെ പ്രകാശിപ്പിക്കുന്നു. ഇത് ദൈവിക അനുഗ്രഹങ്ങളെയും ആന്തരിക പ്രബുദ്ധതയും ക്ഷണിച്ചുകൊണ്ട് അന്ധകാരത്തെയും അജ്ഞതയെയും അകറ്റുന്നതിനെ പ്രതീകപ്പെടുത്തുന്നു.